നമ്മുടെ ഷുക്കൂർ വക്കീലിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റ് ഇപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 2 ദിവസം മുമ്പ് അരീക്കോട് മജ്മയിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനും ശ്രീജിത് ദിവാകരനും ഒക്കെ പങ്കെടുത്ത് ഫോട്ടോസ് ചെയ്തും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിനെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സദസ്സിൽ സുന്നി സംഘടനകളുടെ പ്രോഗ്രാമാണ്. ആ സദസ്സിൽ സ്ത്രീകളില്ല, പുരുഷന്മാർ മാത്രമേ പ്രധാന സദസ്സിൽ ഇരിക്കുന്നുള്ളൂ. അത്തരമൊരു വേദിയിൽ പോയിട്ട് അവർ സംസാരിച്ചതിനെ, അസമത്വം നിറഞ്ഞൊരു വേദിയിൽ പോയി അവർ അഭിസംബോധന ചെയ്തതിനൊക്കെ പ്രശ്നവൽക്കരിച്ച് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. എനിക്കിത് കണ്ടപ്പോ ഞാൻ ആദ്യം ഓർമ്മ വന്നത് ഒരു 5-6 വർഷത്തെ വ്യക്തിപരമായ ഒരു പരിചയം എനിക്ക് ഷുക്കൂർ വക്കീലുമായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ നേരിൽ കാണുന്നത്, പരിചയപ്പെടുന്നത് 5-6 വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സാംസ്കാരിക സംഘടനയുണ്ട്. കിസ്സ എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഒരു സംഗമത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോയിരുന്നു. അപ്പൊ ഞാൻ അന്നത്തെ ഫോട്ടോസ് ഒക്കെ ഒന്ന് പരിശോധിച്ചപ്പോ അന്നത്തെ ഉദ്ഘാടകനായിരുന്ന പി ജയരാജന്റെ വാളിൽ നിന്നാണ് എനിക്ക് ഫോട്ടോ കിട്ടിയത്. 25-ൽ പരം ആളുകൾ നിറഞ്ഞ സ്റ്റേജിൽ 3-4 സ്ത്രീകളുടെ പ്രാതിനിധ്യം മാത്രമേ പരമാവധി കാണുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഷുക്കൂർ വക്കീലിന്റെ നേതൃത്വത്തിലുള്ള കിസ്സയുടെ വേദികളിൽ പോലും 25-ൽ പരം ആളുകളുള്ള സ്റ്റേജിൽ 3-4 ആണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അസമത്വം അതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകാം. പലപ്പോഴും മുസ്ലിങ്ങൾക്കിടയിലെ, മുസ്ലിം വേദിയിലെ, മുസ്ലിം ക്രമങ്ങളിലൊക്കെ അസമത്വത്തെ കുറിച്ച് വാചാലനാകുന്ന ഷുക്കൂർ വക്കീലിന്റെ വേദികളിൽ പോലും ഈ ഒരു അസമത്വം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അപ്പൊ അതിന്റെ അളവുകളിൽ ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് ഷുക്കൂർ വക്കീൽ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വേദികളിലും പ്രവർത്തനങ്ങളിലും മന്ത്രിസഭയിലും പാർട്ടി സെക്രട്ടേറിയറ്റിലും ഇനി പാർട്ടിയുടെ 158 സെക്രട്ടറിമാരിലും ഇങ്ങനെ ഓരോ സംഘടനകൾക്കനുസരിച്ച് അതിന്റെ രൂപം വ്യത്യാസപ്പെടുമല്ലോ. ഇങ്ങനെല്ലാം കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെല്ലാം ഈ സ്ത്രീ പുരുഷ അസമത്വം ഏറിയോ കുറഞ്ഞോ ഉള്ള അളവുകളിൽ നിലനിൽക്കുന്നുണ്ട്. അളവിൽ മാത്രമാണ് പലയിടങ്ങളിലും ഏറ്റവും വ്യത്യാസങ്ങൾ ഉള്ളത്. അപ്പൊ ഇതിന്റെ കാരണങ്ങളും അതിന്റെ ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ വേറെ വിഷയം. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി മുസ്ലിം സംഘടനകളിലെ, മുസ്ലിം വേദികളിലെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിരന്തരം അസ്വസ്ഥനാകുന്ന ഷുക്കൂർ വക്കീലിനോടാണ് എനിക്ക് വേറെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ആരാണ് ഈ സുന്നി സ്ത്രീകൾ? ഇപ്പൊ 2 ദിവസം മുമ്പാണ് സുന്നി സ്ത്രീകൾക്ക് ഇവിടെ സുന്നി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മതപരമായി അവർക്ക് വിവാഹം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആരെയാണ് വിവാഹം ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിവാഹം ചെയ്യേണ്ടത്, ഇതിന് സുന്നി സ്ത്രീകളാണെങ്കിലും ഷിയ സ്ത്രീകളാണെങ്കിലും ഇനി സലഫി സ്ത്രീകളാണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വിവിധ വിഭാഗങ്ങൾക്ക് അവരുടേതായ രൂപങ്ങളും കാഴ്ചപ്പാടുകളും നിയമങ്ങളും ഉണ്ട്. ഇനി അതേ സമയത്ത് ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. അതെല്ലാം ലംഘിച്ച് എനിക്ക് മറ്റൊരു രൂപത്തിൽ, അത് സ്വന്തം മതത്തിലുള്ള ആളെയോ പുറത്തുള്ള മതത്തിലുള്ള ആളെയോ നിക്കാഹൊന്നും ചെയ്യാതെ രജിസ്റ്റർ മാരേജ് ചെയ്ത് പോകണം എന്ന് താല്പര്യം ഒരാൾക്കുണ്ടെങ്കിൽ ഈ രാജ്യത്ത് അതിന് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണല്ലോ ഒരു CPM നേതാവായിട്ടുള്ള പുഷ്പലതയുടെ മകൻ ഒരു ഹിജാബ് ഇട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ഒരു വീഡിയോ. അവിടെ ഇസ്ലാമികമായ ആചാരങ്ങളും നിബന്ധനകളും ഒന്നും പാലിക്കപ്പെടാതുള്ള ഒരു നിക്കാഹ് ഇന്ത്യ രാജ്യത്തുള്ള നിയമപരമായ സാധുതകൾ വെച്ച് അവരവരുടെ ഇഷ്ടപ്രകാരം രണ്ടുപേർക്കും താല്പര്യമുള്ള രൂപത്തിൽ അവർ വിവാഹം കഴിച്ചു പോകുന്നു. ഇവിടെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി അതേ സമയത്ത് ഒരു മുസ്ലിം സ്ത്രീക്ക് എനിക്ക് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന രൂപത്തിൽ നിക്കാഹ് ചെയ്ത് കല്യാണം കഴിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് അതിനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഇതില് പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ 2 ഇടങ്ങളിൽ 2 തരത്തിലുള്ള സ്റ്റാൻഡ്, 2 കണ്ണുകൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാകുന്നത് അത് നീതിയല്ല, ന്യായമല്ല, അത് കാപ്പട്യമാണ്. ആരാണ് സുന്നി സ്ത്രീ ആകുന്നത്? എങ്ങനെയാണ് ഇവിടെ സുന്നി, സലഫി, ഇസ്ലാം, ഹിന്ദു, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ് ഇങ്ങനെ പലതരത്തിലുള്ള ധാരകൾ ഉണ്ടായത് എങ്ങനെയാണ്? വിവിധ കാഴ്ചപ്പാടുകളാണ്, വിവിധ ധാരകളാണ്. അവർക്ക് വിവിധ ചിന്താഗതികൾ ഉണ്ടാകും, വിവിധ സാമൂഹിക ക്രമങ്ങളെ കുറിച്ച് വിവിധ സങ്കല്പങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണല്ലോ ഇവിടെ വിവിധ ഗ്രൂപ്പുകൾ, വിവിധ മതങ്ങൾ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വരുന്നത്. അവർക്ക് അവരുടേതായ, മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യാത്ത രൂപത്തിൽ അവരുടേതായ ആശയങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. ഒരു സുന്നി സ്ത്രീ സുന്നി ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നു, ഒരു മുസ്ലിം സ്ത്രീ ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്നു. അതെപ്പോഴാണ്? ഒരു സുന്നി സ്ത്രീ ആഗ്രഹിക്കുകയാണ്, എനിക്ക് പുരുഷന്മാരുടെ കൂടെ ഇടകലർന്നിരിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഹിജാബ് പാലിക്കാനാണ് താല്പര്യം എന്നാഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് അതൊന്നും പറ്റൂല. ഷുക്കൂർ വക്കീൽ പറയുന്ന പോലെ ഇരുന്നാൽ മതി എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണല്ലോ ഇത്തരം സംഘടനകൾ ഇവിടെ നിലനിൽക്കുന്നത്. എന്താണ് ഇതിലെ പ്രശ്നം? ഇനി ഓരോ മതസ്ഥർക്കും അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. അതില് എന്താണ് ഷുക്കൂർ വക്കീൽ അതിൽ കാണുന്ന അസമത്വം? ഒരു കൂട്ടം സ്ത്രീകള് ഞങ്ങൾ പുരുഷന്മാരുടെ കൂടെ ഇടകലർന്ന് ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല
ഞങ്ങൾ മറക്കപ്പുറത്ത് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഷുക്കൂർ വക്കീലിന് എന്താണ് അതിൽ പ്രശ്നം? അരീക്കോട് നടന്ന പ്രോഗ്രാമിൽ ഞാൻ അവസാന സമാപന ദിവസം രാത്രി അവിടെ പങ്കെടുത്തിരുന്നു. ഒരു സദസ്സിന്റെ ഒരു ഭാഗത്ത് ഒരു മറക്കപ്പുറത്ത് ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നത് കണ്ടു. അവരങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്. ഇനി അതല്ലാത്ത സ്ത്രീകൾക്ക് അതല്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കാലോ, അവർക്ക് ആ രൂപത്തിലേക്ക് പോകാലോ. മറിച്ച് ഇവിടെയുള്ള എല്ലാ ധാരകളും ഷുക്കൂർ വക്കീലിന്റെ കാഴ്ചപ്പാട് പ്രകാരം പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ അത് ന്യായമല്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയത് അത് ഹിജാബിനോടാണെങ്കിലും മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും നിരന്തരം അസ്വസ്ഥനാകുന്ന ഷുക്കൂർ വക്കീല് ഏറ്റവും ചുരുങ്ങിയത് ലൈല ബുലൂദിന്റെ ഡു മുസ്ലിം വുമൺ നീഡ് സേവിംഗ് പോലെയുള്ള പുസ്തകങ്ങൾ, ഇപ്പോ ഫെമിനിസ്റ്റ് റീഡിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണല്ലോ അത്, അത്തരം പുസ്തകങ്ങൾ വായിക്കാനെങ്കിലും ശ്രമിക്കണം. നമ്മൾ വെറുതെ ഫേസ്ബുക്കിൽ നമുക്ക് തോന്നുന്ന ഇത്തരം ചർച്ചകളിൽ നമ്മുടെ തോന്നലുകൾക്ക് അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും വിളിച്ചു പറയുന്നതിനപ്പുറം കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും ക്ലാരിറ്റിയുള്ള നിലപാടുകൾ പറയാനും നമ്മൾ ശ്രമിക്കണം. ഇനി അതിനൊന്നും കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ കേരളീയ പരിസരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫെമിനിസ്റ്റ് സ്കോളറായ ദേവികയെ പോലെയുള്ള ആളുകൾ കേൾക്കാനും വായിക്കാനെങ്കിലും സമയം കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഇത്തരം വിഡ്ഢിത്തങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ക്ലാരിറ്റി ഇല്ലാത്ത നിലപാടില്ലായ്മകൾ പറയാൻ ഷുക്കൂർ വക്കീൽ തയ്യാറാകുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.